അൽഹംദുലില്ലാ, വളരെ സന്തോഷമുള്ള ഒരു ദിനമാണ് ഇന്ന്, പെരുന്നാൾ ദിനം. ഈ സന്തോഷത്തിന് പുറമെ ഒരു ഇരട്ടി മധുരം നൽകുകയാണ് ജാമിഉൽ ഫുതുവയിലെ കാഴ്ചകൾ. വരാനിരിക്കുന്ന MLA-മാരെയും നിലവിലുള്ള MLA-മാരെയും സ്ഥാനാർത്ഥികളെല്ലാം മുൻനിർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഹക്കീം അസേരി ഉസ്താദ് നടത്തിയ പ്രഭാഷണത്തിന്റെ പെരുന്നാൾ സന്ദേശത്തിന്റെ അവസാന ഭാഗത്തിലെ ഒരു ശകലം നമുക്കൊന്ന് കേൾക്കാം. കേരളം, സൗത്ത് ഇന്ത്യ മൊത്തം തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് പോവുകയാണ്. എല്ലാവരും പെരുന്നാൾ അവസാനിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ചൂടെന്ന് പറയുന്നത് ഒരു പന്ത് കളിയുടെ, ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലെ വീറും വാശിയുമാണ്. വാശിയോടുകൂടി തന്നെ മത്സരിക്കണം. അവിടെ സ്വന്തക്കാരനാണെന്ന് നോക്കി പന്ത് മുന്നോട്ട് നയിക്കാതിരുന്നാൽ ഗോളടിക്കാൻ കഴിയുകയില്ല. പക്ഷെ അതൊരിക്കലും എതിരാളിയുടെ കാലിന് അപകടം പറ്റാതെയും മൂക്കിന് തട്ടിപ്പോകാതെയും അവരുടെ മർമ്മത്തിടിക്കാതെയും പോകാൻ വേണ്ടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഗോളടിച്ചാൽ ഒരാൾ വിജയിക്കും, മറ്റൊരാൾ വിജയിപ്പിക്കും. വിജയിച്ചവരും വിജയിപ്പിച്ചവരും സ്നേഹം പങ്കിടുന്ന ഏറ്റവും നല്ല ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സംസ്കാരത്തിന് കേരളം ഇൻഷാ അല്ലാഹ് സാക്ഷിയാവാൻ പോവുകയാണ്. നമ്മുടെ മസ്ജിദിൽ ഒരുപാട് സ്ഥാനാർത്ഥികൾ വന്നിട്ടുണ്ട്. അതുപോലെ പല മസ്ജിദുകളിലും പല കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥികൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. കേരളത്തിൽ മതസൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ ഒരു നാടാണ്. മതസൗഹാർദ്ദം നമ്മുടെ നാട്ടിൽ നിലനിൽക്കണം. ഒന്നാമതായി നാം അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വർഗീയത ഒരിക്കലും നമ്മുടെ നാടിനെ ഗ്രസിക്കാൻ പാടില്ല. മറ്റേതെങ്കിലും തരത്തിലുള്ള വിദ്വേഷങ്ങളും പകയും ഉണ്ടാവാൻ പാടില്ല. രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങളും ഉണ്ടാകാൻ പാടില്ല. തീവ്രവാദപരമായ ആശയങ്ങൾക്ക് നാം ഒരിക്കലും ഒരു കൂട്ടുനിൽക്കാൻ പാടില്ല. ഈ നാടിനെ നന്മയിലേക്ക് നയിക്കുന്ന നല്ല ആളുകൾ വിജയിച്ചു വരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്തും ലോകത്തും മുഴുവനും സമാധാനം നിലനിർത്തട്ടെ, ശാന്തി നൽകട്ടെ. എല്ലാവർക്കും ചെറിയ പെരുന്നാളിൻ്റെ ആശംസകൾ നേർന്ന് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അതെ, വളരെ സന്തോഷമുള്ള, ഏറ്റവും ആപ്റ്റായ ഈ ഒരു സമയത്ത് ഏറ്റവും യോജിക്കുന്ന ഒരു ഉപദേശമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് നൽകിയത്. ഐക്യമാണല്ലോ നമുക്ക് പ്രധാനം. ഐക്യം എപ്പോഴും നിലനിർത്തേണ്ടതുണ്ട്. എന്നാൽ ഈ പ്രഭാഷണം കേട്ടുകൊണ്ട് ഈ MLA-മാർ, സ്ഥാനാർത്ഥിമാർ പ്രതികരിച്ചത് അത് ഇതിലേറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുകൂടെ നമുക്ക് കേൾക്കാം, ആ വാർത്ത ഒന്ന് കേൾക്കാം. മുബാറക് ജാമിയത്തുൽ ഫുത്വ കൂട്ടായ്മയുടെ വലിയ വിജയമെന്നാണ് ആ അറബി പദത്തിന്റെ അർത്ഥം. ഗ്രാൻഡ് മസ്ജിദിലെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞു. ഡോക്ടർ ഹക്കീം അസ്ഹരി ഉസ്താദിന്റെ നേതൃത്വത്തിലായിരുന്നു കുത്തുബ. അത് കഴിഞ്ഞ് ഇപ്പോൾ സൗഹൃദം പങ്കിടുന്നതിൻ്റെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഓരോരുത്തരായി മുസ്തഫ സക്കാഫിയാണ്. ഓരോ ആൾക്കാരും തമ്മിലുള്ള പെരുന്നാളിൻ്റെ സൗഹൃദം പങ്കിടലാണ്. ഈ പെരുന്നാളിൻ്റെ പ്രത്യേകത തെരഞ്ഞെടുപ്പ് പെരുന്നാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളുടെ വലിയ നീണ്ട നിര നമുക്ക് കാണാം. ഇവിടുന്ന് അങ്ങേ അറ്റം മുതൽ കൽപ്പറ്റ മണ്ഡലം മുതലുള്ള സ്ഥാനാർത്ഥികൾ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ആദ്യം സിറ്റിംഗ് MLA കൂടിയായ T സിദ്ദിഖിനോട് തന്നെ ചോദിക്കാം. അതാണ് ഈ പെരുന്നാൾ സൗഹൃദത്തിൻ്റെ ആണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ സൗഹൃദവും പെരുന്നാളിൽ വരും. തീർച്ചയായിട്ടും ആ പദപ്രയോഗം തന്നെ ഏറ്റവും മനോഹരമാണ്. പെരുന്നാൾ കൂട്ടായ്മയും സൗഹൃദവും ചേർത്ത് നിർത്തലിൻ്റെയും ഒരു മനോഹരമായ ദിവസമാണ്. ഇന്ന് തന്നെ കുത്തുബയിൽ പറഞ്ഞിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ലോകസമാധാനവും അതുപോലെ തന്നെ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടവും ഒരുമിച്ച് ജനങ്ങൾ ഒന്നിച്ചു പോകണം എന്നുള്ള വലിയ സന്ദേശമാണ്. ഈ സന്ദേശത്തിനിടയിലാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പിന് ചൂടുണ്ടാവും. പക്ഷെ അതിനിടയിലും ഒരു സൗഹൃദവും സ്നേഹവും ഉണ്ട്. അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള കൂട്ടായ്മയാണ്. അത് ഉയർത്തിപ്പിടിച്ചായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ്, യാതൊരു സംശയവും. അത് നമ്മുടെ റസാഖ് മാസ്റ്റർ, ലീഗിന്റെ നേതാവ്, ഈ പ്രാവശ്യം അംഗത്തിനിറങ്ങിയിരിക്കുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് തിരക്കിലാണ്. അതിനിടയിലാണ് പെരുന്നാൾ നമസ്കാരത്തിനെത്തുന്നത്. ഈ പെരുന്നാൾ നമസ്കാരത്തിന്റെ ഒരു പവിത്രതയുണ്ട്. അതിലപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ സൗഹൃദം കൂടി വളരേണ്ടത്. രാഷ്ട്രീയ സൗഹൃദം തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് ശേഷവും തുടരണമെന്നാണ് ഉസ്താദിന്റെ അഭിപ്രായം, നമ്മുടെ അഭിപ്രായം. അതാണ് ഇതിൽ ഏറ്റവും വലിയ സന്ദേശം. കാരണം സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വലിയ വീർവാശിയും അങ്ങനെ അകന്നു നിൽക്കുന്നതിൽ നിന്ന് കൂടിച്ചേരലാണ് ആവശ്യമെന്ന് കാലഘട്ടം പറയുന്നുണ്ട്. ആ കാലത്തിൻ്റെ അനിവാര്യത മനസ്സിലാക്കി നമ്മൾ ആ സൗഹൃദം നിലനിർത്തണം എന്നാണ് പറയേണ്ടത്. തിരുവമ്പാടിയിലെ സ്ഥാനാർത്ഥികൾ എല്ലാ മണ്ഡലത്തിലും മിക്കവാറും സ്ഥാനാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. PK ഫിറോസിനെ കാണാം, സലീം മടവൂരിനെ കാണാം. എന്താ അവിടുത്തെ അവസ്ഥ മണ്ഡലത്തിൽ? വളരെ സന്തോഷമായ അവസ്ഥയല്ലേ. വളരെ സൗഹൃദത്തിലും സന്തോഷത്തിലുമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം തുടങ്ങിയിരിക്കുന്നത്. മലയോര കുടിയേറ്റ മേഖലയിൽ വലിയൊരു പ്രതീക്ഷയാണ്. ഏതൊരു സഹനത്തിൻ്റെയും അവസാനം ഒരു സന്തോഷം ഉണ്ടാവും.
ആ സന്തോഷം നമ്മുടെ നാട്ടിലും ഒരു ദിവസങ്ങളിൽ ഉണ്ടാവും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് കൂട്ടായ്മയോടെ പ്രവർത്തിക്കാം. ഈ ചാനൽ ചർച്ചകളിൽ രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് കൃത്യമായി മാന്യതയോടുകൂടി പോരാടുന്ന രണ്ടുപേരുണ്ട്. അതൊന്ന് പി കെ ഫിറോസും ഒന്ന് സലീം അടവൂരാണ്. ഒന്ന് ഇടതു മുന്നണിക്ക്, ഒന്ന് UDF വേണ്ടി. പി കെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി, കുറച്ച് ഭയങ്കരമായ പക്വതയൊക്കെ കാണുന്നുണ്ടല്ലോ. അതായത് സ്ഥാനാർത്ഥിയായ പിന്നെ നമുക്ക് കുറച്ച് കൂടുതൽ പക്വത വേണം എന്നാണ് എല്ലാവരും ഉപദേശിക്കാറുള്ളത്. അപ്പോൾ ആദ്യം എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. ദീപക് ഇപ്പോൾ ഇന്ന് കുത്തുബയിൽ പറഞ്ഞതുപോലെ ഈ പെരുന്നാൾ പോലെ തന്നെ നമ്മുടെ സൗഹൃദം മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പുകൾ ഒരു ഫുട്ബോൾ മത്സരം പോലെയാണ്. ഇപ്പോൾ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയാറില്ല, അതെ, സൗഹൃദ മത്സരമാവണം, എതിരാളിക്ക് പരിക്കുണ്ടാവരുത്, എന്നാലോ ഗോൾ അടിക്കുകയും വേണം. അപ്പോൾ ഞങ്ങൾ ഗോൾ അടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്, എതിരാളിയും അതുപോലെ ഗോൾ അടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ പരസ്പരം ഒരു പരിക്കും ഏൽപ്പിക്കാതെ സൗഹൃദത്തിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു മത്സരം മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പോൾ പരിക്കില്ലാത്തൊരു മാച്ച് ആയിരിക്കും പി കെ ഫിറോസും സലീം അടവൂരും. അപ്പോൾ സലീം അടവൂർ, ചാനൽ ചർച്ചകൾ നിങ്ങൾ രണ്ട് ധ്രുവത്തിലാണ്, പക്ഷേ നല്ല സൗഹൃദമാണെന്നറിയാം. ഇപ്പം ഉസ്താദ് പറഞ്ഞതും സൗഹൃദത്തിന്റെ രാഷ്ട്രീയ മത്സരം ഉണ്ടാവണം. ഞങ്ങൾ ഒരു സ്കൂളിലാണ് പഠിച്ചത്, വിവിധ കാലഘട്ടത്തിലാണ്, ഒരേ കോളേജിലും പഠിച്ച ആളുകളാണ്. എല്ലാ സൗഹൃദവും എല്ലാ കാലത്തും ഉണ്ടാവും. ഉസ്താദ് പറഞ്ഞതുപോലെ എതിരാളിക്ക് എതിരാളിയെ കാലൊടിക്കാതെ, എതിരാളിയുടെ മൂക്കിനിടിക്കാതെ പന്ത് കൊണ്ടുപോയി ഗോളടിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഉത്തരവ്. കളിക്കാരുടെ നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ്, ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് തന്നെ ഞങ്ങൾ കളിക്കുള്ളൂ. അത് ഒരാൾ ജയിക്കും, ഒരാൾ പരാജയപ്പെടും. അത് തെരഞ്ഞെടുപ്പിൻ്റെ സ്വാഭാവികമായ നീതിയാണ്. തീർച്ചയായും ഉസ്താദ് എന്ന് പറഞ്ഞതുപോലെ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ആ വലിയ സൗഹൃദത്തോടു കൂടിയുള്ള ഒരു പെരുന്നാൾ, ഈ തെരഞ്ഞെടുപ്പ് ഒരു പെരുന്നാളിന് സമാനമായ ഒരു സൗഹൃദം ഞങ്ങൾ കാഴ്ചവെക്കും. അപ്പോൾ ഈ രാഷ്ട്രീയ സൗഹൃദം ഇവിടെ ഈ ജാമിയത്തുൽ ഫത്വയിൽ കണ്ട, ഗ്രാൻഡ് മസ്ജിദിൽ കണ്ട സൗഹൃദം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമുക്ക് തുടരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ എല്ലാവരും കൂടി നമ്മൾ ഈദ് മുബാറക്. അതെ, വളരെ സന്തോഷം നൽകുന്ന, മനസ്സിന് കുളിർമ നൽകുന്ന കാര്യങ്ങളാണ് മർക്കസ് ജാമിയത്തുൽ ഫത്വയിൽ നടന്നത്. ഇങ്ങനെ പല പള്ളികളിലും നടന്നിട്ടുണ്ടാകും. ഐക്യമാണല്ലോ നമുക്കൊക്കെ സന്തോഷം നൽകുന്നത്. നമുക്കിടയിൽ ചില ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആശയപരമായിട്ടാണ് അതിനെയൊക്കെയും നമ്മൾ ഉരസുന്നത്, അതല്ലെങ്കിൽ ആശയപരമായിട്ടാണ് അവിടെ കൊമ്പ് കോർക്കുന്നത്. അല്ലാതെ ഒരിക്കലും വ്യക്തിപരമായിട്ട് ആരെയും ഒരിക്കലും ആക്ഷേപിക്കാൻ പാടില്ല. പരസ്പരം അങ്ങനെ കുറ്റവും കുറവും വ്യക്തിപരമായിട്ട് നടത്താൻ പാടില്ല. എപ്പോഴും ഐക്യത്തിലും ഒരുമയിലുമായിട്ട് നിലനിൽക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പെരുന്നാളിൽ ഈ കണ്ട കാഴ്ച പോലെ വരാനിരിക്കുന്ന ദിനങ്ങളിൽ, പ്രത്യേകിച്ച് ഇലക്ഷനാണ് വരാനിരിക്കുന്നത്, ഒരുപക്ഷെ നമ്മുടെ സഹോദരനായിരിക്കും, സ്വന്തം സഹോദരനായിരിക്കും ഇലക്ഷനിൽ എതിർ സ്ഥാനാർത്ഥി. അപ്പോൾ ഇലക്ഷന്റെ പേര് പറഞ്ഞുകൊണ്ടോ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടോ ഒരിക്കലും നമ്മൾ നമ്മുടെ എതിർ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ എതിർ കക്ഷികളെ ഒരിക്കലും നമ്മൾ ഇകഴ്ത്താനോ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപം നടത്താനോ പാടില്ല. അങ്ങനെയുള്ള ഒരു നല്ല സൗഹൃദപരമായിട്ടുള്ള പെരുന്നാൾ ഈ ദിനത്തിൽ നമ്മൾ എടുത്ത ഈ ഒരു തീരുമാനം പോലെ തന്നെ വരാനിരിക്കുന്ന ദിനങ്ങളിൽ ഉടനീളം നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന പ്രശ്നങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയൊക്കെയും സമാധാനം നൽകട്ടെ. നമ്മുടെ നാട്ടിലും ഇതര രാഷ്ട്രങ്ങളിലൊക്കെയും പ്രശ്നമുള്ള നാടുകളിലൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും വാതാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കട്ടെ. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ.